ഹലോ. നമ്മൾ ഇന്നലെ എ സികളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു എ സി മേടിക്കുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിനെ കുറിച്ചാണ്. അതായത് എൽ ജിയുടെ എ സികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ബ്രാൻഡുകളെ കുറിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പം എൽ ജി ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സൗത്ത് കൊറിയൻ ബ്രാൻഡാണ്. ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്ത്യയിൽ നല്ല ഭീമമായ ഒരു മാർക്കറ്റ് ഷെയർ ഉള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം എൽ ജിയുടെ മെയിൻ പ്രൊഡക്ട്സിൽ പെടുന്ന ഐറ്റം തന്നെയാണ് എയർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ. അപ്പം ആക്ച്വലി ഇപ്പം നമുക്ക് ഓരോ 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 ബ്രാൻഡ്സിനും നമുക്ക് ഈ പറയുന്ന പോലുള്ള ഒരു കീ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ നമുക്ക് എൽ ജിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കീ പ്രൊഡക്റ്റുകളിൽ പെടുന്ന സാധനം തന്നെയാണ് ഈ പറയുന്ന എയർ കണ്ടീഷണേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് 2024 എത്തിയപ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റ് ലീഡർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൽ ജിനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ 2024 മോഡലുകളിൽ നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ചും പുതിയ മോഡൽസ് ഒക്കെ വരുന്നുണ്ട് മാർക്കറ്റിലായിട്ട്. അപ്പോൾ അത് നമുക്ക് ടി സീരീസിൽ പെടുന്ന മോഡൽസ് ആണ് ഇപ്പോൾ നമുക്ക് നിലവിൽ എൽ ജിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടി സീരീസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എൽ ജിയുടെ 1 ടൺ, 1.5 ടൺ, 2 ടൺ അങ്ങനെ നമുക്ക് ബ്രാൻഡ്സിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് നോർമലി വാങ്ങിക്കാൻ കിട്ടുന്ന മോഡൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം അതിൽ തന്നെ എൽ ജിയുടെ മോഡൽസ് വരുന്നതെല്ലാം നമുക്ക് ഒരു 6-in-1 കൺവെർട്ടബിൾ ടൈപ്പ് ആയിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമുക്ക് കപ്പാസിറ്റി ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് വരുന്നതിനകത്ത് 110% വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന എൽ ജിയുടെ 6-in-1 കൺവെർട്ടബിൾ മോഡൽസ് വരുന്നത്. അപ്പം അതിൽ തന്നെ പല മോഡൽസ് വരുന്നുണ്ട്. ആ മോഡൽസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 30 റേഞ്ച് തൊട്ടൊരു 35, 37 ആ ഒരു റേഞ്ചിൽ വരെ നമുക്ക് 1 ടണ്ണിൻ്റെ മോഡൽസ് അവൈലബിൾ ആയിരിക്കും. അത് 3 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ 3 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൽ ജിയുടെ മോഡൽസിൽ നമുക്ക് AI മോഡ് വരുന്നുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പുറത്തെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ വൈഫൈ കണക്ടിവിറ്റി വരുന്നുണ്ട് എൽ ജിയുടെ എ സികളിനകത്ത്. പിന്നെ സെൽഫ് ക്ലീനിങ് വരുന്നുണ്ട്. 100% കോപ്പറാണ് അതിനകത്ത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കോപ്പർ കണ്ടൻസർ തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്മാർട്ട് എ സികൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എ സികൾ വരുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ ഗ്ലാസ് ഫിനിഷ് വരുന്ന മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൈഡ് വെറൈറ്റി ആയിട്ട് ഈ പറയുന്ന മോഡൽസ് എല്ലാം ഇറങ്ങുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് നിലവിൽ 4 സ്റ്റാർ മോഡൽസ് ഇറങ്ങുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ അധികം കിട്ടാറില്ല. 5 സ്റ്റാറും 3 സ്റ്റാറും ആണ് നോർമലി പോകുന്നത് എൽ ജിയുടേത്. അപ്പം എൽ ജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സർവീസിൻ്റെ സ്പീഡും അവരുടെ സർവീസിൻ്റെ മികവും തന്നെ. ഒരുപാട് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സും അതിനുള്ള മാൻ പവറും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും എല്ലാം ഓൾറെഡി റെഡി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന എൽ ജി എന്ന് പറയുന്നത്. അപ്പം 100% ഗ്യാരണ്ടിയോടുകൂടി തന്നെ അത് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം അതിൽ തന്നെ നമുക്കിപ്പോൾ എടുത്തു പറയാനുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിൽ ഒന്ന് ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജിയാണ് എൽ ജിയെ സംബന്ധിച്ചിട്ട്. അതായത് ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഇൻവെർട്ടർ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ടെക്നോളജിയുടെ എൽ ജിയുടെ വെർഷനാണ് ഈ പറയുന്ന ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കംപ്രസർ ആയതുകൊണ്ട് കുറച്ചുകൂടെ സൈലന്റ് ആയിരിക്കും ഈ പറയുന്ന മോഡൽ വരുന്നത്. അപ്പം കുറച്ച് സൂപ്പർ സൈലന്റ് മോഡ് ഉപയോഗിക്കാം. നമുക്ക് അതിനകത്ത് AI ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. ഈ പറയുന്നത് തൊട്ട് നമ്മുടെ വൈഫൈ കണക്ടിവിറ്റി ഉപയോഗിക്കാം. നമുക്ക് റൂം സ്മാർട്ട് ആണെന്നുണ്ടെങ്കിൽ കൂടിയ വേരിയന്റുകളിൽ അലക്സ അതുപോലത്തെ വോയിസ് കമാൻഡുകൾ കാര്യങ്ങൾ, സ്മാർട്ട് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എൽ ജിയുടെ തന്നെ ബ്രാൻഡ്സിൽ എല്ലാം അവർ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിലും അവർ ഇറക്കുന്ന എല്ലാ പ്രൊഡക്ട്സിലും അവർ നമുക്ക് സ്മാർട്ട് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് എ സിക്കകത്തും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ അനലൈസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഔട്ട്ഡോറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ
പ്രത്യേകതരമായിട്ടുള്ള കോട്ടിങ് കാര്യങ്ങൾ കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊറോഷൻ ആൻറ്റി കൊറോസീവ് മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പെയിന്റിങ്ങും അതുപോലത്തെ പെയിന്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും, സസ്റ്റൈനബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് 100% വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാധനമാണ് ഈ പറയുന്ന LG എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പം അത് കൂടാതെ ഇപ്പം ഒരു റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ ഇതല്ല. ഫിനാൻസിന്റെ സ്കീമുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടുന്ന മോഡലാണ് LG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LGയുടെ വാറണ്ടി. LGയുടെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയറിലെ ഫുൾ വാറണ്ടിയും 5 ഇയറിലെ ബോർഡ് വാറണ്ടിയും 10 വർഷത്തെ കംപ്രസർ വാറണ്ടി ആയിരിക്കും വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബോർഡ് വഴി കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജി യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റ് AC ആണുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് ബോർഡിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇപ്പോൾ ബോർഡിന് ഏകദേശം ഒരു 5,000 തൊട്ട് ഏകദേശം ഒരു 12,000 വരെയൊക്കെ റേറ്റ് വരാറുണ്ട് ഈ പറയുന്ന ബോർഡിന്. അപ്പോൾ ബോർഡിന് അവർ 5 ഇയർ വാറണ്ടി എന്തായാലും തരുന്നുണ്ട്. പിന്നെ കംപ്രസർ മെയിൻ, അതായത് നമ്മുടെ ഏതൊരു റെഫ്രിജറേഷൻ ഡിവൈസിന്റെ ഹാർട്ട് എന്ന് വിളിക്കപ്പെടുന്ന കംപ്രസർ നമുക്ക് ഓൾറെഡി ഒരു 10 ഇയർ കവറേജ് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാ AC-കളുടെയും കൂടെ 6 months ഉള്ള പീരിയോഡിക്കൽ സർവീസ് ചെയ്യണം. ഫസ്റ്റ് ഇയറിൽ അത് ഫ്രീ ആയിട്ട് 2 സർവീസ് കിട്ടും. ഇതൊക്കെയാണ് LGയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.